Welcome back, my dear students, on a new lecture on Module 1 of 4 semester subsidiary course. So, ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫോർമുലയാണ്. ദിസ് ഫോർമുല ഈസ് യൂസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ലെജൻഡർ പോളിനോമിയൽസ്. ലെജൻഡർ പോളിനോമിയൽസിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫോർമുലയാണ് നമ്മൾ റോഡ്രിഗസ് ഫോർമുല എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് റോഡ്രിഗസ് ഫോർമുല എന്താണെന്നും അത് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റോഡ്രിഗസ് ഫോർമുല ഈസ് എ ഫോർമുല വിച്ച് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ലെജൻഡർ പോളിനോമിയൽസ്. ദ ഫോർമുല ഈസ് Pnx. The nth legendary polynomial Pnx is actually equal to 1 by 2 raised to n into n factorial into d raised to n by dx raised to n of x square minus 1 the whole raised to n. So x square minus 1 the whole raised to n എന്നുള്ള ഫംഗ്ഷനെ nth ഡെറിവേറ്റീവ് കാണുക, അതിനെ 1 by 2 raised to n into n ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എപ്പോഴും ലെജൻഡർ പോളിനോമിയൽസ് ആയിരിക്കും. അപ്പോൾ ലെജൻഡർ പോളിനോമിയൽസ് കണ്ടുപിടിക്കാൻ ഓൾറെഡി ഉള്ള റിലേഷൻ കാണാതെ പഠിക്കണമെന്നില്ല. ദിസ് റിലേഷൻ ഓൾസോ ഗീവ്സ് ലെജൻഡർ പോളിനോമിയൽസ്. ഓക്കെ, ദിസ് ഈസ് വാട്ട് റോഡ്രിഗസ് ഫോർമുല ഈസ്. നമുക്കിത് ഒബ്റ്റെയിൻ ചെയ്യുന്നു എന്ന് നമുക്കിത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ nth ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ലെജൻഡർ പോളിനോമിയൽ കിട്ടുന്നു എന്ന് പറയണം. ഇപ്പോൾ ലെജൻഡർ പോളിനോമിയൽ കിട്ടുന്നു എന്ന് പറയാൻ വേണ്ടി ഇറ്റ് ഈസ് ഇനഫ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ലെജൻഡർ ഇക്വേഷൻ. ലെജൻഡർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ ആണ് ഇതിന്റെ nth ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ ഇതിന്റെ പ്രൂഫിന് വേണ്ടി നമുക്ക് ഇവിടെ nth ഡെറിവേറ്റീവ് എടുക്കണം. സോ nth ഡെറിവേറ്റീവ് ഡിസ്കസ് ചെയ്യാൻ നമുക്കൊരു ലെബനീസ് തിയറം എന്നൊരു തിയറം ഉണ്ട്. ലെബനീസ് തിയറം പ്രോഡക്റ്റ് ഓഫ് രണ്ട് ഫംഗ്ഷൻസിന്റെ nth ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും? u ആൻഡ് v ആർ ടു ഫംഗ്ഷൻസ്, ദെൻ യു വിയുടെ nth ഡെറിവേറ്റീവ് t ബൈ dx റൈസ് ടു n ഓഫ് യു വി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ലെബനീസ് തിയറം. സോ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ. നമ്മൾ കുറച്ചുകൂടെ സിമ്പിൾ ആയ നൊട്ടേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി യു വി സഫിക്സ് എൻ. യു വി സഫിക്സ് എൻ മീൻസ് the nth derivative of the function product uv. Okay, so general un means d raised to n by dx raised to n of u, and vn means d raised to n by dx raised to n of v. So this is actually u and v, which is the nth derivative of u into v plus nc1 un minus 1 v1 plus nc2 un minus 2 v square v1 അല്ല v2. Next is nc3 un minus 3 v3 plus etc. ncn which is 1 u vn. ഇവിടെ v1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് v, v2 എന്ന് വെച്ചാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് v, v3 എന്ന് വെച്ചാൽ തേർഡ് ഡെറിവേറ്റീവ് ഓഫ് v. ദിസ് ഈസ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബൈനോമിയൽ തിയറത്തിന്റെ സിമിലർ ആണ്. ബൈനോമിയൽ എക്സ്പാൻഷന്റെ കൂട്ട് തന്നെയാണ് ദിസ് കോഴ്സ്. ഓക്കെ, സോ ഈ റിസൾട്ട് നമുക്ക് വേണം, കാരണം ഇവിടെ nth ഡെറിവേറ്റീവ് ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ വി നീഡ് ദിസ് ലെബനീസ് തിയറം. ഓക്കെ, കീപ് ഇൻ മൈൻഡ് ദാറ്റ് തിയറം. സോ നമുക്ക് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റൈസ് ടു എന്നിന്റെ nth ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. സോ പുട്ട് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റൈസ് ടു n. നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. So differentiating with respect to x, we get y1 or y dash is equal to, ഇതിന്റെ ഡെറിവേറ്റീവ് is n into
x square minus 1 the whole raised to n minus 1 into derivative of x square minus 1 is 2x. So this is 2nx into x square minus 1 the whole raised to n minus 1. ഞാൻ ഇപ്പോൾ y ഡാഷ് ഇസ് ഈക്വൽ ടു ദിസ് എന്ന് കിട്ടി. ഞാൻ ഇതിനെ ത്രൂ ഔട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ മൾട്ടിപ്ലൈ by x square minus 1. So x square minus 1 into y dash is equal to 2nx into x square minus 1 the whole raised to n minus 1 into x square minus 1. So x square minus 1 the whole raised to n minus 1 plus 1 which is n. That is 2nx into x square minus 1 the whole raised to n നെ നമ്മൾ y എന്നാണ് കൊടുത്തത്. So this is the answer. So x square minus 1 the whole into y dash is equal to 2nxy. So അടുത്തതായിട്ട് നമുക്ക് ലെബനീസ് ഇത് ലെജൻഡർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ we get the solution. നമ്മൾ അടുത്ത ലെബനീസ് തിയറം യൂസ് ചെയ്യുന്നു. So differentiating n plus 1 times using Lebanese theorem. Lebanese theorem വെച്ച് n plus 1 times differentiate ചെയ്യും. Okay, so this is considered as u and this is considered as v. Okay, എപ്പോഴും പോളിനോമിയൽസ് ആണ് v ആയിട്ട് എടുക്കേണ്ടത്. Okay, അത് ലെഫ്റ്റ് സൈഡ് എടുക്കുക. So next is this implies y1 the whole raised to n plus 1. Okay, y1 നെ എത്ര തവണ ചെയ്യുന്നു? n plus 1 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യും into v is x square minus 1 plus y1 അല്ല y dash, sorry. Next nc1 into y ഡാഷിനെ അടുത്തത് n plus 1 minus 1 that is n തവണ, ഇവിടെ ഓരോ ഇൻഡെക്സ് ഓരോന്ന് കുറഞ്ഞു വരും, into derivative of x square 1 minus 1. x square minus 1 ന്റെ derivative is 2x plus അടുത്തത് nc2 into y ഡാഷിൻ്റേത് n plus 1 ഡെറിവേറ്റീവ് എടുത്തു, n plus 2 അടുത്തത് n minus 1, n plus 1 n minus 1 ഓരോന്ന് വീതം കുറഞ്ഞു വരും. നെക്സ്റ്റ് ഈസ് x square minus 1 ന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, അതായത് 2x ന്റെ ഡെറിവേറ്റീവ്. 2x ന്റെ ഡെറിവേറ്റീവ് is 2 plus nc3 into y dash n minus 1. Next is n minus 2. അടുത്ത 2 ന്റെ ഡെറിവേറ്റീവ് is 0. അടുത്ത എടുക്കുമ്പോൾ 0 ഡെറിവേറ്റീവ് ആണ് which is 0 etc. അപ്പോൾ ഇതിന് ശേഷമുള്ള എല്ലാ ടേംസും എന്തായിപ്പോയി? 0 ആയിപ്പോയി. That's why we took x square minus 1 as v. കാരണം അത് ഒരു സ്റ്റേജിന് ശേഷം ഡെറിവേറ്റീവ് എന്തായിപ്പോ? 0 ആയിപ്പോ. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ലെഫ്റ്റ് സൈഡ് എടുക്കാം, റൈറ്റ് സൈഡ്. ഇവിടെയും നമ്മൾ v ആയിട്ട് എടുക്കുന്നത് ഇതാണ്, u ആയിട്ട് എടുക്കുന്നത് ഇതാണ്. ഓക്കെ, സോ 2n കോൺസ്റ്റന്റ് ആണ്, 2n വെളിയിൽ എടുക്കുന്നു. ഫസ്റ്റ് ഈസ് വൈയുടെ ഡെറിവേറ്റീവ് n plus 1 times x plus nc1 into y derivative n plus 1 minus 1 that is n times into x ന്റെ derivative is 1 plus അടുത്തത് x ന്റെ ഡെറിവേറ്റീവ് വരും, 1 ന്റെ ഡെറിവേറ്റീവ് is 0. സോ അതിനുശേഷമുള്ള ടേംസ് എല്ലാം 0 ആയി. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദിസ് ഈസ് ആക്ച്വലി y ഡാഷിന്റെ ഡെറിവേറ്റീവ് n plus 1 ടൈംസ് എന്ന് വെച്ചാൽ y യെ n plus 2 ടൈംസ് ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. സോ ദിസ് ഈസ് dn plus 2y divided by dx raised to n plus 2. Okay, into x square minus 1 plus nc1 is actually n. nc1 ന്റെ value is actually n. Next is y dash നെ n times ഡെറിവേറ്റീവ് എടുക്കുക, ടോട്ടൽ അപ്പോൾ n plus 1 times y യുടെ ഡെറിവേറ്റീവ് എടുത്തു. സോ dn plus 1y divided by dx raised to n plus 1. Okay, now ഇവിടെ 2x ഉണ്ട്, അപ്പോൾ ഇൻറ്റു 2x പ്ലസ് അടുത്തത് y ഡാഷിനെ n minus 1 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വി ഗെറ്റ്
y dash n minus അപ്പോൾ n minus 1 plus 1 that is n times d raised to ny divided by dx raised to n. nc2 എന്ന് വെച്ചാൽ n into n minus 1 divided by 2 into 2 cancel ആക്കി കളയുമ്പോൾ n into n minus 1. സോറി, ഇവിടെ ഒരു ചെറിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയി. നമ്മൾ n plus 1 ടൈംസ് അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി n plus 1 c1. So here also it is actually n plus 2 c2. n plus 1 c2. കാരണം n plus 1 times ആണ്. So this is actually n plus 1. So this is n plus 1 c3. This is n plus 1 c1. Okay. So n plus 1 c1 is actually n plus 1. Next is n plus 1 c2 ആണ്. n plus 1 c2 is actually n plus 1 into n plus 1 minus 1 divided by 2. That is n plus 1 into n divided by 2. Into ഒരു 2 കൂടെ ഉണ്ട്. 2 into cancel ആയി പോയിട്ട് n into n plus 1 കിട്ടും. n into n plus 1. Okay, that's what we get. So we made a small mistake there. എന്നിൻ്റെ പകരം n plus 1 ആണ് കൊടുക്കേണ്ടത്. Now left hand side complete ആയി. Right hand side is this is equal to 2n times y n plus 1 times differentiate ചെയ്യുമ്പോൾ d raised to n plus 1 y divided by dx raised to n plus 1 into x plus n plus 1 c1 is n plus 1 into y n times differentiate ചെയ്യുമ്പോൾ d raised to n y divided by dx raised to n. Now നമ്മൾ ഈ ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഫസ്റ്റ് ടേമിന് വ്യത്യാസമില്ല. ഡി ഇവിടെ n plus 2ൻ്റെ ഡെറിവേറ്റീവ് ഒറ്റ ടേം മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഡി റേസ് ടു n plus 2y ഡിവൈഡഡ് ബൈ ഡി എക്സ് റേസ് ടു n plus 2. ഓക്കെ, നെക്സ്റ്റ് ഈസ് n plus 2 n plus 1 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2x into n plus 1. ഓക്കെ, ഇവിടെ 2n into x കിട്ടും. രണ്ടിൻ്റെയും d raised to n plus 1 y divided by d x raised to n plus 1 ആണ്. സോ d raised to n plus 1 y divided by d x raised to n plus 1. ഇവിടെ ഈ ടേം ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് ആകും. സോ മൈനസ് 2nx d raised to n plus 1 y divided by dx raised to n plus 1. Okay, now next is n into n plus 1 d raised to n y divided by dx raised to n. Okay, so plus n into n plus 1 d raised to n y divided by dx raised to n. Next is ഇത് 2n into n plus 1. അത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് 2n into. സോ മൈനസ് 2n into n plus 1 into d raised to n y divided by dx raised to n which is equal to 0. ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2nx പ്ലസ് 2x എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 2nxും ഇവിടുത്തെ 2nxും ക്യാൻസൽ ആയി പോകും. കാരണം അതിൻ്റെ കൂടെ വരുന്നത് സെയിം ടേം ആണ്. ഓക്കെ, സോ റിമൈൻ ചെയ്യുന്നത് ഒരു 2x മാത്രമേ റിമൈൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഡി റേസ് ടു n plus 2y ഡിവൈഡഡ് ബൈ ഡി എക്സ് റേസ് ടു n plus 2 പ്ലസ് ഇവിടെ 2nx ഇൻറ്റു ഡി റേസ് ടു n plus 1y ഡിവൈഡ് ബൈ ഡി എക്സ് റേസ് ടു n plus 1 ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി 2x ഇൻറ്റു ഡി റേസ് ടു n plus 1y divided by dx raised to n plus 1. ഇവിടെ n into n plus 1 d raised to n y divided by dx raised to n minus 2n into n plus 1. സോ ഒരെണ്ണം ക്യാൻസൽ ആയി പോയി കളഞ്ഞിട്ട് മൈനസ് n into n plus 1 എന്ന് കിട്ടും. ഓക്കെ, കാരണം സെയിം ടേംസ് തന്നെയാണ്. ഇത് 1 ടൈംസ് ഇത് 2 ടൈംസ്, സോ മൈനസ് ടൈംസ് ആവും. സോ മൈനസ് n into n plus 1 into d raised to n y divided by dx raised to n is equal to 0. ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെ
nth ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമ്മൾ y എന്നൊരു ഫംഗ്ഷൻ എടുത്തിട്ട് അതിൻ്റെ n+2th ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വി ഗെറ്റ് ദിസ് റിസൾട്ട്. ഇതിനെ നമ്മൾ ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, കാരണം നമുക്ക് ലെജൻഡർ ഫംഗ്ഷൻ്റെ ഇക്വേഷൻസിൻ്റെ ഫോമിലാക്കണം. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ്റെ വ്യത്യാസം വരും. സോ ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -x² -1 ദാറ്റ് ഈസ് 1 - x² എന്ന് കിട്ടും. So 1 - x² into dn+2 y divided by dx raised to n+2. ഇത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2x d raised to n+1 y divided by dx raised to n+2. ഇവിടുത്തെ മൈനസും പ്ലസ് n into n+1 into d raised to n y divided by dx raised to n is equal to 0. This is what we get. അപ്പോൾ ഇത് നോക്കുക, 1 - x² into y ഡബിൾ ഡാഷ് -2x y ഡാഷ് പ്ലസ് n into n+1 into y എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഇഫ് യു ചൂസ് y അല്ലെങ്കിൽ z ആസ്, സോ ഇഫ് യു പുട്ട് z as d raised to n y divided by dx raised to n, this is actually of the form 1 - x² into z double dash. I think that's better. Z double dash -2x into z dash plus n into n+1 into z is equal to 0 എന്ന് കിട്ടും, which is the Legendre equation. അപ്പം z is equal to d raised to n y divided by dx raised to n എന്ന് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. കാരണം നമുക്ക് ഈ z is equal to ഈ ഫംഗ്ഷൻ ഇട്ട് കൊടുത്തപ്പോൾ ആൻസർ എന്താണ് കിട്ടിയത്? 0 ആണ് കിട്ടിയത്. ഓക്കെ, സോ ദിസ് ഈസ് ഓഫ് ദിസ് ഫോം. അപ്പം വിച്ച് മീൻസ് z is a solution. Z is a solution of this equation. ഓക്കെ, സോ z ഇതിൻ്റെ സൊല്യൂഷൻ ആണ്. ലെജൻഡർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ ആണ്. ഇനി ലെജൻഡർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് എല്ലാം ലെജൻഡർ പോളിനോമിയൽസിന്റെ ഫോർമാറ്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ലെജൻഡർ പോളിനോമിയൽസിന്റെ ഫോർമാറ്റ് ആണ്. സോ z is a solution means z is of the form some constant into pnx എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. കാരണം ലെജൻഡർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് എല്ലാം ലെജൻഡർ പോളിനോമിയൽ. സോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് ദിസ് z is a solution of this thing. z is d raised to n y divided by dx raised to n. ഇനി ഇതിന്റെ സൊല്യൂഷൻസ് എല്ലാം ലെജൻഡർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് എല്ലാം ലെജൻഡർ പോളിനോമിയൽസ് ഇൻറ്റു സം കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ d raised to n y divided by dx raised to n is equal to c into pnx. ഓക്കെ, അപ്പോൾ ഈ സിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഇവിടെ y എന്നുള്ളത് നമ്മൾ x² - 1 എന്നാണ് കൊടുത്തത്. d raised to n divided by dx raised to n into x² - 1 the whole raised to n is equal to c into pnx, which implies pnx is equal to 1 by c into d raised to n by dx raised to n of x² - 1 the whole raised to n. അപ്പോൾ ഈ സിയുടെ വാല്യൂ കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് pnx is equal to something എന്നുള്ള ഫോമിൽ കിട്ടും, which is the Rodrigues formula. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ഫൈൻഡിങ് c. So finding the value of c. സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. നൗ d raised to n y divided by dx raised to n is equal to c into pnx. Put ഈ ഇക്വേഷൻ്റെ അകത്ത് equation, let's say equation a. In a, put x is equal to 1 and pn1 is to be 1 എന്നൂടെ കൺസിഡർ ചെയ്യും. Then d raised to n y divided by dx raised to n is equal to c into 1, or c is equal to the x is equal to 1 now. c is equal to d raised to n y divided by dx raised to n whenever x is equal to 1. അപ്പോൾ ഇതാണ് ഇനിയിപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ y is നമുക്ക് x² - 1 the whole raised to n എന്നാണ് എടുത്തത്. ഇതിനെ x+1 into x - 1 the whole raised to n എന്ന് എഴുതാം.
x square minus 1 into a plus b into a minus b എന്നുള്ള ഫോർമാറ്റ്. So this is x plus 1 the whole raised to n into x minus 1 the whole raised to n. Now ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് nth ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് x is equal to 1 എന്ന് കൊടുത്താൽ we get the answer for c. Okay. So using Lebanese theorem y നമ്മൾ പ്രോഡക്റ്റ് ഓഫ് രണ്ട് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തത്. using Lebanese theorem d raised to n y by dx raised to n, that is d raised to n by dx raised to n of what? X plus 1 the whole raised to n into x minus 1 the whole raised to n. Okay, ഇതിനെ u എന്ന് കൊടുക്കുന്നു, ഇതിനെ v എന്ന് കൊടുക്കുന്നു. So this is actually equal to nth derivative, that is d raised to n by dx raised to n of x plus 1 the whole raised to n into v x minus 1 the whole raised to n plus nc1 into d raised to n minus 1 by dx raised to n minus 1 into x plus 1 the whole raised to n into ഇതിൻ്റെ ഡെറിവേറ്റീവ് n into x minus 1 the whole raised to n minus 1 plus അടുത്തത് nc2 into d raised to n minus 2 by dx raised to n minus 2 into x plus 1 the whole raised to n into ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് n into x raised to n x minus 1 the whole raised to n minus 1 ൻ്റെ ഡെറിവേറ്റീവ്, that is n into n minus 1 into x minus 1 the whole raised to n minus 2 plus etc. Last term u into, that is u is x plus 1 the whole raised to n into ncn is 1 into d raised to n by dx raised to n of x minus 1 the whole raised to n. This is the answer. Okay. നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ വാല്യൂ അറ്റ് 1ലാണ് കണ്ടുപിടിക്കേണ്ടത്. പുട്ട് x ഈസ് ഈക്വൽ ടു 1. എക്സിന് 1 കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, ഇവിടെ ഫസ്റ്റ് ടൈമിൻ്റെ അകത്ത് എക്സിന് 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1, ഇത് ഡെറിവേറ്റീവ് ഇവിടെ കിടന്നോട്ടെ, 1 മൈനസ് 1 ദ ഹോൾ റൈസ് ടു n, 1 മൈനസ് 1 ഈസ് 0. സെക്കൻഡ് പാർട്ടിൻ്റെ അകത്ത് 1 മൈനസ് 1 ദ ഹോൾ റൈസ് ടു n മൈനസ് 1 ഇറ്റ് ഈസ് 0. സോ ഇവിടം വരെയുള്ള എല്ലാ സെക്കൻഡ് ലാസ്റ്റ് ടൈം വരെയുള്ള എല്ലാ പാർട്ടും ക്യാൻസൽ ആയിപ്പോകും. ഓക്കെ, സോ ദ ഓൺലി തിങ് റിമൈൻസ് ഈസ് എന്താണ്? 1 plus 1 the whole raised to n into d raised to n by dx raised to n the whole raised to x minus 1. നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് n is equal to x is equal to 1 എന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ x is equal to 1 കൊടുക്കുമ്പോൾ this becomes 0, this becomes 0 up until this term. ഈ സെക്കൻഡ് ലാസ്റ്റ് ടൈം വരെയുള്ള എല്ലാ ടേംസും എന്തായിപ്പോവും? 0 ആയിപ്പോവും. സോ ദിസ് മീൻസ് d raised to n by dx raised to n at x is equal to 1 implies first term എല്ലാം 0, 0 plus 0 plus etc. 0. Last term is 1 plus 1, that is 1 plus 1 is 2, 2 raised to n into d raised to n by dx raised to n of x minus 1 the whole raised to n at x is equal to 1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പം നെക്സ്റ്റ് ഈസ് d raised to n by dx raised to n of x minus 1 the whole raised to n. ഓക്കെ, now ഇതിൻ്റെ വാല്യൂ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ്, സോ നമുക്ക് x റൈസ് ടു എന്നിൻ്റെ nth ഡെറിവേറ്റീവ് എന്താണ്? d by dx റൈസ് ടു n ഓഫ് x റൈസ് ടു n. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ അപ്പോൾ അതിന് n ടൈംസ് ഡെറിവേറ്റീവ് എടുക്കുക. ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് n ഇൻറ്റു എന്താണ്? d റൈസ് ടു n മൈനസ് 1 dx റൈസ് ടു n മൈനസ് 1 ഓഫ് x റൈസ് ടു n മൈനസ് 1. വീണ്ടും എടുക്കുമ്പോൾ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പം n into n minus 1 into n minus 2 into etc. into ലാസ്റ്റിൽ 1 എന്ന് വരും. ദിസ് ഈസ് ആക്ച്വലി n ഫാക്ടോറിയൽ. അല്ലെങ്കിൽ മനസ്സിലാക്കുക, x റൈസ് ടു n ൻ്റെ nth ഡെറിവേറ്റീവ് ഈസ് ഓൾവേസ് n ഫാക്ടോറിയൽ. കാരണം നമ്മൾ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ n into x റൈസ് ടു n മൈനസ് 1 വരും. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ n into n minus 1 into x റൈസ് ടു n മൈനസ് 2. തേർഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ n into n minus 2 into n minus 3 into x റൈസ് ടു n മൈനസ് 3. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x റൈസ് ടു n മൈനസ് n മൈനസ് 1. ഓക്കെ, x റൈസ് ടു n മൈനസ് എന്ന് കിട്ടും, x റൈസ് ടു 0 എന്ന് കിട്ടും, വിച്ച് ഈസ് 1. അപ്പോൾ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് കിട്ടും, വിച്ച് ഈസ് n ഫാക്ടോറിയൽ.
Okay, so x സ്ഥാനത്ത് ഇവിടെ x minus 1 ആണെങ്കിലും doesn't matter. So its answer is actually n factorial. Okay, so ഇവിടെ substitute ചെയ്യുന്നു. So d raised to n y by dx raised to n when x is equal to 1 is actually 2 raised to n into n factorial. Okay, this is actually the value of c. So c becomes 2 raised to n into n factorial. നമ്മൾ തുടങ്ങിയത് പി എൻ സി ഇസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് ഇക്വേഷൻ ബി എന്ന് കൊടുക്കാം. സോ ഇക്വേഷൻ ബി ഇംപ്ലൈസ് പി എൻ സി ഇസ് ഈക്വൽ ടു പി എൻ എക്സ് ഇസ് ഈക്വൽ ടു 1 by c into d raised to n by dx raised to n of x square minus 1 the whole raised to n. Okay, this is c യുടെ വാല്യൂ കണ്ടുപിടിച്ചു. 1 by 2 raised to n into n factorial into d raised to n by dx raised to n of x square minus 1 the whole raised to n, which is what? Pnx. Okay, so this is the Rodrigues formula.